Praise be to God Almighty, Father, Son, and Holy Spirit, one true God. Amen. Restore to me the joy of your salvation. നിന്റെ രക്ഷയുടെ ആനന്ദം എനിക്ക് തിരിച്ചു തരണമേ. സങ്കീർത്തനങ്ങൾ 51:12 പരിചിതമായ വാക്യം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്ന സമയത്ത് ജീവിതത്തിൽ സ്വതസിദ്ധമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആനന്ദത്തിന്റെ സാധ്യതയും നമ്മൾ മറന്നുപോകും. രക്ഷയുടെ ആനന്ദം ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമാണ്. കർത്താവിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. അതിന് സ്ഥിരതയുണ്ട്, അതിന് വളർച്ചയുമുണ്ട്. എന്താണ്? ഒന്ന്, നാം രക്ഷിക്കപ്പെട്ട സമൂഹമാകുന്നു. സകലവിധ ബന്ധനങ്ങളിൽ നിന്നും, കെട്ടുപാടുകൾ, ബുദ്ധിമുട്ടുകൾ, നമ്മളെ ഞെരുക്കുന്ന സംഗതികൾ, സകല തിന്മകളിൽ നിന്നും ഉള്ള ആത്യന്തികമായ വിമോചനം. അത് ആനന്ദകരമായ അവസ്ഥയാണ്. വളരെ ലളിതമാണ്. രക്ഷയുടെ ഒരു ലാളിത്യമുണ്ട്. അത് ജീവിതത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ ഒരു സമീപനം കൂടിയാണ്. നമുക്കുണ്ടാകുന്ന സഹജമായ ജീവിതയാത്രയിൽ നമുക്ക് സഹജമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഭാരം, ആകസ്മികമായ വേർപാടുകളോ അതുപോലെയുള്ള സംഗതികളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന വേദനകൾ, ഇതിൽ നിന്നെല്ലാം ഉള്ള വിമോചനം. അത് മാത്രമല്ല, നാം അറിയാതെ നിയന്ത്രിക്കുന്ന സംഗതികളുണ്ടാവും, അഡിക്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്നൊക്കെ നമുക്ക് വിമോചനം ഉണ്ട്. പക്ഷേ നമുക്ക് എന്ത് അഡിക്ഷനാണ് ഉള്ളതെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ വളരെ യാന്ത്രികമായ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഈ ആനന്ദാവസ്ഥ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നതേ ഇല്ല. അപ്പൊ അതിൽ നിന്നുള്ള വിമോചനം, റിസ്റ്റോറേഷൻ തിരികെ വരുന്നത് നമുക്ക് ആവശ്യമാണ്. ക്രിസ്തുവിലാണ് നമുക്കത് സാധ്യമായി തരുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉപാധികളിൽ ഒന്നാണ് നോമ്പ്, മാധ്യമങ്ങളിൽ ഒന്നാണ് നോമ്പ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ നമുക്ക് പ്രത്യേകമായ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയുണ്ട്. നോമ്പിന്റെ മധ്യത്തിൽ കുരിശ് ദേവാലയത്തിന്റെ മധ്യത്തിൽ നമ്മൾ നാട്ടുന്നുണ്ട്. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നാം അതൊരു ചടങ്ങോ ആചരണം എന്നുള്ള നിലയിൽ കുരിശ് വരയ്ക്കുകയല്ല ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ കാണണം കുരിശിലൂടെ ലഭ്യമായ വിമോചനം എന്താണെന്ന് ഒരു നിമിഷം അവിടെ നിന്ന് ചിന്തിച്ചിട്ട്. അത് നമുക്ക് നൽകിയത് കർത്താവ് ആണ്, കർത്താവിൽ കൂടിയാണ്, ക്രിസ്തുവിൽ കൂടിയാണ് നമുക്കത് ലഭ്യമായത്. അതിനെ സംബന്ധിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് ആ റിസ്റ്റോറേഷൻ, അതിലേക്കുള്ള തിരികെ പോക്ക് എൻ്റെ ജീവിതത്തിൽ ആവശ്യമാണെന്ന് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധ്യമാണ്. സ്ലീബ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് രക്ഷയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. ലഭ്യമായതാണ്, പക്ഷെ അതിൽ നമ്മൾ വിദൂരസ്ഥരായി നമ്മൾ പോയിക്കൊണ്ടേയിരിക്കും. അത് നമ്മുടെ ജീവിതത്തെ ഞെരുക്കും. അതിൽ നിന്ന് ഉള്ള ഒരു മടക്കയാത്ര നമുക്ക് നിശ്ചയമായിട്ടും ഉണ്ടാവണം. അതുകൊണ്ട് ഈ ദിവസം മുതൽ നമ്മൾ ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ചുവന്ന അങ്കി ധരിച്ച് വളരെ നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ തന്നെ കുരിശ് നമ്മൾ നാട്ടുമ്പോൾ യു ആർ മൗണ്ടിങ് ദ ക്രോസ് which remains as a reminder that salvation should be restored through the holy cross in our life. അതിന് സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നോമ്പ് വിചാരം നമുക്ക് അനുഗ്രഹത്തിനായി തീരട്ടെ. എല്ലാ ആശംസകളും പ്രാർത്ഥനകളും അറിയിക്കുന്നു. കുരിശ് നമ്മളെ ജീവിതത്തിന്റെ സന്തോഷത്തിലേക്ക്, ആനന്ദത്തിലേക്ക്, രക്ഷയുടെ ആനന്ദത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുമാറാവട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കും.